വംശീയ പരാമർശങ്ങൾ നടത്തുന്നതിനും റഫറിയോടിടഞ്ഞ് കളം വിടുന്നതിനുമടക്കം തടയിട്ടാണ് ഫിഫ പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുന്നത്. എതിർ കളിക്കാരനോട് സംസാരിക്കുമ്പോൾ ഇനി മുതൽ വാ മൂടാൻ കഴിയില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കയുടെ അർജന്റീനൻ താരം ക്രിസ്ത്യാനി വിനീഷ്യസ് ജൂനിയർ വിഷയത്തിൽ ക്രിസ്ത്യാനി മുഖം മറച്ചതുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരം സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ഫിഫയുടെ പ്രധാന ലക്ഷ്യം. ക്യാമറകൾ കാണാതെയുള്ള അധിക്ഷേപങ്ങൾക്ക് ഇത് തടയിടും. നിയമം ലംഘിച്ചാൽ റഫറിക്ക് നേരെ ചുവപ്പ് കാർഡ് നൽകാൻ കഴിയും. ലീഡ് നേടിയ ടീം ജയം സ്വന്തമാക്കാൻ മനഃപൂർവ്വം സമയം പാഴാക്കുന്നത് പലപ്പോഴും മത്സരത്തിന്റെ രസത്തെ ബാധിക്കാറുണ്ട്. ഇനി മുതൽ കർശന നിയന്ത്രണമാണ് ഫിഫ ഇക്കാര്യത്തിൽ വരുത്തുന്നത്. പന്ത് ത്രോ ചെയ്യാൻ കളിക്കാരൻ വൈകിപ്പിക്കുന്നതായി റഫറിക്ക് തോന്നിയാൽ 5 സെക്കൻഡ് സമയം അനുവദിക്കും. റഫറി കൈ ഉയർത്തിയാകും കൗണ്ട്ഡൗണിന് നിർദ്ദേശം നൽകുക. സമയം അവസാനിച്ചാൽ ത്രോ എതിർ ടീമിന് നൽകും. ഗോൾ കിക്കിനും ഇത് ബാധകമാണ്. സമയം അവസാനിച്ചാൽ ഗോൾ കിക്ക് എതിർ ടീമിന്റെ കോർണർ കിക്കായി മാറും. പരിക്കേറ്റ ചികിത്സ നേടുന്ന താരം നിർബന്ധമായും 1 മിനിറ്റ് പുറത്തിരിക്കണമെന്നതാണ് മറ്റൊരു നിയമം. 1 മിനിറ്റിന് ശേഷം മാത്രമേ കളത്തിലേക്ക് വരാൻ കഴിയൂ. അതേസമയം താരങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാലോ ഗുരുതര പരിക്കുകൾക്കോ ഗോൾ കീപ്പർമാർക്കോ ഇത് ബാധകമായിരിക്കില്ല. പകരം കളിക്കാരനെ ഇറക്കുന്നതിനും 10 സെക്കൻഡ് മാത്രമേ ഇനി മുതൽ അനുവദിക്കൂ. ജേഴ്സി നമ്പർ ബോർഡിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ താരം ഉടൻ കളം വിടണം. 10 സെക്കൻഡിനുള്ളിൽ കളം വിട്ടില്ലെങ്കിൽ മത്സരം തുടരും. പക്ഷേ പിന്നീട് പന്ത് പുറത്തു പോകുമ്പോൾ മാത്രമേ പകരക്കാരനായി എത്തിയ താരത്തിന് കളത്ത് ഇറങ്ങാൻ കഴിയൂ. റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച കളം വിടുന്നതിലും വിലക്കുണ്ട്. കളം വിടുന്ന താരങ്ങൾക്കും ഇവരെ കളം വിടാൻ പ്രേരിപ്പിക്കുന്ന സ്റ്റാഫുകൾക്കും ചുവപ്പ് കാർഡ് ലഭിക്കും. ടീം മുഴുവനെ കളം വിട്ടാൽ എതിർ ടീമായിരിക്കും വിജയിക്കുക. വാറിന്റെ ഉപയോഗത്തിലും ഇനി മുതൽ നിർണായക മാറ്റങ്ങളുണ്ടാവും. പന്ത് നിശ്ചലമായിരിക്കുമ്പോൾ നടക്കുന്ന ഫൗളിനും ഇനി മുതൽ വാർ ഉപയോഗിക്കാം. രണ്ടാമത്തെ മഞ്ഞക്കാർഡ് നൽകുന്നതിന് മുമ്പും വാർ പരിശോധന നടത്താം. മാത്രമല്ല, താരങ്ങൾക്ക് കാർഡ് മാറി നൽകിയാൽ അത് പുനഃപരിശോധിക്കാനും വാറിന്റെ സഹായം തേടാം. ഗോൾ കീപ്പർമാർക്ക് പരിക്കേൽക്കുമ്പോൾ മറ്റു താരങ്ങൾ പരിശീലനങ്ങളിൽ നിന്ന് നിർദ്ദേശം സ്വീകരിക്കുന്നതിലും വിലക്കുണ്ട്. എന്നാൽ ഇതിന് കാർഡ് പോലുള്ള നടപടികൾ ഉണ്ടാവില്ല. പുതിയ നിയമങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴും എതിർക്കുന്നവരും ഏറെയാണ്. വാറിന്റെ ഉപയോഗമാണ് പലരെയും തുടിപ്പിക്കുന്നത്. എന്തായാലും പുതിയ മാറ്റങ്ങൾ ലോകകപ്പിന്റെ ആവേശം ചോർത്തില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം.